Hi friends, I am Shaz Rahman V. I now studying 6th standard. Let's start. ഞാനിപ്പോൾ അഞ്ചരക്കണ്ടി പുഴയുടെ തീരത്താണുള്ളത്. എൻ്റെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ വർക്കീസ് വാസിപ്പ് എന്ന പാഠഭാഗത്തിലെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കർഷകനും ഗ്രാൻഡ് ഫാദറുമായിട്ടുള്ള മിസ്റ്റർ ഷറഫുദ്ദീൻ മാസ്റ്ററും കൃഷ്ണേട്ടനും തമ്മിലുള്ള ഇൻ്റർവ്യൂ ആണ് ഞാനിന്ന് നടത്തുന്നത്. ഉപ്പാപ്പ എത്ര വർഷമായി കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട്? ഏകദേശം 55 വർഷമായി ഞാൻ ഇവിടെ കൃഷി ചെയ്യാൻ തുടങ്ങിയത്. എന്തെല്ലാമാണ് കൃഷി ചെയ്ത് വരുന്നത്? കാര്യമായിട്ട് കൃഷി ചെയ്യുന്നത് വാഴയാണ്. വാഴക്കൃഷി. അതിലെ ഇനങ്ങൾ നേന്ത്രവാഴ, അടുക്കൻ വാഴ, കദളി വാഴ, പൂവൻ വാഴ, മണ്ണൻ വാഴ, പിന്നെ റോബസ്റ്റ്, കൊലയില്ല പൂവൻ, സൈതാനി ഇങ്ങനെയുള്ള ഐറ്റംസ് വാഴകളാണ് കൃഷി ചെയ്യുന്നത്. ഇങ്ങനെയുള്ളത് പച്ചക്കറി വർഗ്ഗങ്ങളാണ്. കോട്ടപ്പയർ, ചീര, പാവക്ക എന്ന് പറഞ്ഞാൽ കൈപ്പക്ക, പിന്നെ അതുപോലെ പടവലങ്ങ, പൊട്ടിക്ക, കുമ്പളങ്ങ, അതുപോലെ തന്നെ വെള്ളരി ഇത്യാദി പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട്. പഴയകാലത്തെ കൃഷിരീതിയും ഇപ്പോഴത്തെ കൃഷിരീതിയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. പഴയകാലത്തെ കൃഷിരീതി എന്ന് പറഞ്ഞാൽ ഇപ്പോഴായിട്ടുള്ള വ്യത്യാസം, ഇപ്പോഴേ രാസവളങ്ങൾ ഉപയോഗിച്ചുള്ള കൃഷിയാണ്. മുമ്പ് കാലങ്ങളിൽ രാസവസ്തുക്കൾ ഉപയോഗിക്കാറില്ല. സാധാരണ ആലവളം എന്ന് പറഞ്ഞാൽ പശുക്കളെ വളങ്ങൾ, അതുപോലെ ചാരം, വെണ്ണീര് എന്നിങ്ങനെ ഉപയോഗിച്ചുകൊണ്ടാണ് അന്ന് കൃഷി ചെയ്തിരുന്നത്. പിന്നെ കീടനാശിനിയൊന്നും അന്നത്തെ കാലം ഉപയോഗിച്ചിരുന്നില്ല, അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല. അന്ന് ഇഷ്ടംപോലെ ഫലങ്ങൾ കിട്ടുമായിരുന്നു. ഇന്നത്തെ രീതി കൃത്രിമ രാസവസ്തുക്കൾ ഉപയോഗിച്ചും മറ്റും കൃഷി ചെയ്യുകയാണ്. അതുകൊണ്ട് ഭൂമിക്ക്, സസ്യങ്ങൾക്ക് കിട്ടുന്ന ആഹാരങ്ങൾ ഇല്ലാതെയായിത്തീരുന്നു. അതിനു വേണ്ടുന്ന പ്രതിരോധ ശക്തികൾ കുറഞ്ഞു വരുന്നു സസ്യങ്ങൾക്ക് വേണ്ടിയുള്ള. അതാണ് വ്യത്യാസം. ഏറ്റവും കൂടുതലായി കൃഷി ചെയ്യുന്നത് എന്താണ്? ഏറ്റവും കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത് നേന്ത്രവാഴ, അതുപോലെ പച്ചക്കറി കൃഷി, പിന്നെ പപ്പായൊക്കെ ഉണ്ട്. വീട്ടാവശ്യത്തിനായി ഉപയോഗിക്കുന്ന കൃഷികൾ ഏതൊക്കെയാണ്? വീട്ടാവശ്യത്തിനായിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നത് ചീര, പയർ, പാവക്ക, വെണ്ടക്ക എന്നിങ്ങനെ ഉള്ള ഇനങ്ങളാണ് വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുന്നത്. കൃഷിക്കാവശ്യമായ വെള്ളം എവിടെ നിന്നാണ് സംഭരിക്കുന്നത്? അഞ്ചരക്കണ്ടിയിലേക്ക് പോകുന്ന പുഴയിൽ നിന്നും, അതുപോലെ സ്വന്തം കിണറിൽ നിന്നും പമ്പ് ഉപയോഗിച്ചിട്ടാണ് കൃഷിക്കാവശ്യമായ വെള്ളം ഉപയോഗിക്കുന്നത്. കൃഷി ചെയ്യാൻ ഏതുതരം വളമാണ് ഉപയോഗിക്കുന്നത്? കൃഷി ചെയ്യാൻ ഉപയോഗിക്കുന്ന വളം ആലവളം, അതുപോലെ കോഴിവളം, പിന്നെ കുറച്ച് രാസവളങ്ങളും ഉപയോഗിക്കുന്നുണ്ട്, കുറച്ച് മാത്രം. താങ്ക് യു ഉപ്പാപ്പ. തേനീച്ച കർഷകനായ കൃഷ്ണേട്ടനുമായിട്ടാണ് ഇൻ്റർവ്യൂ നടത്തുന്നത്. കൃഷ്ണേട്ടൻ എത്ര വർഷമായി തേനീച്ച കൃഷി തുടങ്ങി?
ഏതെല്ലാം തരം തേനീച്ചകളെയാണ് വളർത്തുന്നത്? തേനീച്ച, വിറ്റ തേനീച്ച. തേനീച്ച കൃഷിയിൽ നിന്ന് ലാഭം കിട്ടുന്നു. ലാഭമുണ്ടാവും. കൃഷ്ണേട്ട ചെറിയ തേനീച്ചയും വലിയ തേനീച്ചയും തമ്മിലുള്ള വ്യത്യാസം എന്താ? ചെറിയ തേനീച്ച കുറച്ചേ കിട്ടും, ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം കിട്ടും. വലിയ തേനീച്ച 4 മാസം കിട്ടും. അത് ഓരോ എടുക്കുന്ന 2 കിട്ടും, 3 കിലോ കിട്ടും. ചെറുതാകുമ്പോൾ 200 കിട്ടും. ചെറുത് തേനീച്ചിട്ട് പിന്നെ പൈസ കൂടുതലാണ്, വലുതിന് പൈസ കുറവാണ്. ആ 2 മാറ്റങ്ങളുണ്ട്. വളർത്താൻ പിന്നെ ചെറുതാണ് ലാഭം. പക്ഷേ കുട്ടികൾക്ക് വലിയവർക്ക് പിന്നെ വലുതാണല്ലത്. അത് വലുതാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. തേനീച്ച കുത്തൊക്കെ ചെയ്യും. ചെറുതിൽ കുത്തൊന്നുമില്ല. പിന്നെ അതാണ് നല്ലത്. ഒരു വർഷത്തിൽ വലിയ തേനീച്ചപ്പെട്ടിയിൽ നിന്ന് എത്ര തേനീ കിട്ടും? ചെറിയ തേനീച്ചപ്പെട്ടിയിൽ നിന്ന്? ചെറിയ തേനീച്ചപ്പെട്ടിയിൽ നിന്ന് ഒരു വർഷത്തിൽ ഒരു 300-400 ഗ്രാം വരെ കിട്ടും. വലുതിൽ 15 ലിറ്റർ കിട്ടും ഒരു വർഷത്തിൽ. കൃഷ്ണേട്ടൻ തേനീച്ചക്കൂട് കൂടാതെ വേറെന്തെങ്കിലും കൃഷി ചെയ്യുന്നുണ്ടോ? തേനീച്ച കൂടാതെ വാഴ കൃഷി ഉണ്ടായി, പിന്നെ മത്സ്യകൃഷി ഉണ്ടായിരുന്നു, കപ്പ കൃഷി ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ നിർത്തിയിട്ടുള്ള ആരോഗ്യ പ്രശ്നമുണ്ട്. നമ്മളിപ്പോൾ കൃഷ്ണേട്ടൻ്റെ വാഴത്തോട്ടത്തിലാണുള്ളത്. കൃഷ്ണേട്ടാ, ഇവിടെ ഏത് തരം വാഴകളാണുള്ളത്? ഇവിടെ ആദ്യം നേന്ത്ര വാഴയായിരുന്നു വെച്ചത്. ഇപ്പം മൈസൂർ വാഴയാണ്. പിന്നെ അടുക്കം വഴിയുണ്ട്, പിന്നെ ബോംബെ പൂനുണ്ട്. ലാഭകരം നേന്ത്ര വാഴയാണ്. പക്ഷേ പിന്നെ അതിന് കൂടുതൽ അധ്വാനമുണ്ട്. ഇതിനെ കുറച്ച് അധ്വാനം കുറവാണ്. പിന്നെ അതുകൊണ്ടാണ് ഇപ്പം മൈസൂർ വാഴ വെച്ചത്. മൈസൂർ വാഴയ്ക്ക് വില കുറവാണ്. നേന്ത്ര വാഴയ്ക്ക് ഇത് നല്ല വിലയുണ്ട്. ഇപ്പം നല്ല വിലയാണ്. പിന്നെ തുറന്നവരുണ്ട്. ഇങ്ങനെ എന്നുവെച്ചാൽ ആദ്യം 3 മാസം കഴിയുമ്പോൾ തുറന്ന് പിന്നെ പൊട്ടാഷ്, യൂറിയ, അയവളം, പിന്നെ പിണ്ണാക്ക്, പിന്നെ വെണ്ണീരൊക്കെ ഇടുക, എന്നിട്ട് മൂടുക. പിന്നീട് 3 മാസം കഴിയുമ്പോൾ വീണ്ടും അതേ വളം തന്നെ ഇടുക. പിന്നെ 10-ാം ദിവസം കുലക്കുമ്പോൾ യൂറിയ, പൊട്ടാഷും കൂടി ചേർക്കുക. പിന്നെ എല്ലാം ഒന്ന് കൊടുക്കുക. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നോക്കുക. പുല്ല് ഒന്നും പിടിക്കാണ്ട് നല്ല ചെത്തിക്കോ, നല്ല വൃത്തിയാക്കുക. പോലുള്ള കുട്ടികളോട് കൃഷിയുമായി അനുബന്ധിച്ച് ഉപ്പാപ്പാക്ക് എന്ത് സന്ദേശമാണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് വളരെ ചെറുപ്പത്തിൽ തന്നെ ഇതുമായിട്ട് കൃഷിയുമായിട്ട് ബന്ധം വേണം. ഞാനൊക്കെ വളരെ ചെറുപ്പത്തിൽ തന്നെ എന്ന് പറഞ്ഞാൽ ചെറിയ വയസ്സിൽ എൻ്റെ മാതാവിൻ്റെ മാതാവിൽ നിന്നുമാണ് ഈ കൃഷി പരിശീലനം എനിക്ക് ലഭിച്ചത്. വളരെ ചെറുപ്പത്തിൽ എന്ന് പറയുമ്പോൾ 1960 മുതൽ ഞാൻ മാതാവിൻ്റെയും കൂടെ കൃഷി, നെല്ല് വാളുക, അതുപോലെ വെള്ളരി എടുക്കുക. അന്നൊക്കെ മഴക്കാലം തുടങ്ങുമ്പോൾ കരപ്പറമ്പിൽ നെല്ല് വാളും. അതിന് കളപറിയോ കാര്യമോ കീടനാശിനി ഉപയോഗമോ ഒന്നും അന്നത്തെ കാലം ഉണ്ടായിരുന്നില്ല. ഈ കീടനാശിനിയൊക്കെ ഈ രാസപ്രയോഗം, കൃത്രിമമായിട്ടുള്ള രാസപ്രയോഗം തുടങ്ങിയത് മുതലാണ് ഈ കീടനാശിനി തളിക്കലൊക്കെ ഉണ്ടായത്. ആ കീടനാശിനി തളിക്കുന്നത് കൊണ്ട് പ്രാണികൾ, അതായത് ഈച്ചകൾ പോലും നശിച്ചു തുടങ്ങിയിരിക്കുകയാണ്. എൻ്റെ അഭിപ്രായത്തിന് കീടനാശിനി ഉപയോഗിക്കാൻ പാടില്ലെന്നാണ്. അതുകൊണ്ട് ഈ ചെറുപ്പത്തിൽ തന്നെ, കാരണം ഇന്നത്തെ കാലത്ത് കുട്ടികളോട് പാല് എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ പറയുന്നത് മിൽമ ബൂത്തിൽ നിന്നാണ്. അതുപോലെ പച്ചക്കറി എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ ഓൺലൈനിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ. അതുകൊണ്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ നിങ്ങൾ കൃഷി ആരംഭിക്കണം, പഠിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഉപ്പാപ്പ പറയുന്നത് ചെറിയ പ്രായത്തിൽ തന്നെ കൃഷി ചെയ്യണമെന്നാണ്.
ഞാൻ കൃഷി ചെയ്യാൻ പോവാണ്. നിങ്ങളോ?